So hi friends, this is Arjun from One Team Solutions. So നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗൂഗിൾ ഫോംസ് എന്താണെന്നുള്ളതാണ്. ഗൂഗിൾ ഫോംസ് ഒരുപക്ഷെ ചിലരെങ്കിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗൂഗിളിന്റെ ടൂൾ ആയിരിക്കാം ഗൂഗിൾ ഫോംസ്. നമ്മൾ ഗൂഗിൾ ഒരുപാട് നമുക്ക് ഫ്രീ ടൂൾസ് വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ബേസിക്കലി ഗൂഗിൾ സെർച്ചുകളൊക്കെ ഫ്രീ സർവീസ് ആണ്. ജിമെയിൽ നമുക്ക് ഫ്രീ സർവീസ് ആണ്. ഗൂഗിളിന്റെ ഡ്രൈവ് ഉണ്ട്, അവിടെ നമുക്ക് ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ്, ഫോട്ടോസ് മുതലായ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ യൂട്യൂബ് ഒരു പരിധി വരെ ഫ്രീ ആണ്. പ്രീമിയം ടൂൾ യൂട്യൂബിനുണ്ടെങ്കിലും അതും ഒരു പരിധി വരെ ഫ്രീ ആണ്. വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നും യൂട്യൂബിന് അവർ ചാർജ് ഒന്നും മേടിക്കുന്നില്ല. അതുപോലെ ഗൂഗിളിന്റെ ധാരാളം ഫ്രീ ടൂൾസ് ഉണ്ട്. ഇത്തരത്തിൽ ഗൂഗിൾ നമുക്ക് തരുന്ന ഒരു ഫ്രീ ടൂളാണ്, ജിമെയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫ്രീ ടൂളാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതെന്താന്ന് നോക്കാം. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇവന്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഗൂഗിൾ ഫോം ആണിത്. ഈ ഗൂഗിൾ ഫോമിന്റെ ഉദ്ദേശിച്ചേ ഉള്ളൂ. ഈ ലിങ്ക്, ഈ മുകളിൽ കാണുന്ന ഈ ലിങ്ക്, നമ്മൾ ഈ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ ഈ ഇവന്റ് രജിസ്റ്റർ ചെയ്യാൻ, ഈ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവരോട് ഇത് ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടും. സോ ദാറ്റ് നമുക്കൊരു ഐഡിയ കിട്ടും അവർക്ക് ആരൊക്കെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആ രജിസ്ട്രേഷൻ ഫോം ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ഫോം ആയിക്കോട്ടെ, എന്താ പറയാ, ഒരു ഫീഡ്ബാക്ക് ഫോം ആയിക്കോട്ടെ, ഒരു സർവേ ആയിക്കോട്ടെ, മുതലായ കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്നോ, നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്നോ, നമ്മുടെ എംപ്ലോയീസിന്റെ അകത്തുനിന്നോ ഒക്കെ ഒരു ഫോം റിക്വയർമെന്റ് വരുന്ന ഏരിയകളിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രമുഖ IT കമ്പനികളും അവരുടെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഒക്കെ നടത്തുന്ന സമയത്ത് അവര് താല്പര്യമുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഇത്തരം ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും. ഇതൊരു ഫ്രീ സർവീസ് ആണ്. ഇതാണ് ഞാനിപ്പോ കാണിച്ച ഗൂഗിൾ ഫോം. ഇത് നമ്മൾ ഒരു സ്റ്റുഡൻസിന് വേണ്ടി നടത്തിയ ഒരു HR ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. വെബിനാർ ആണ് HR ഇന്റർവ്യൂ ട്രെയിനിങ്. അപ്പൊ ആ താല്പര്യമുള്ളവർ എന്താണ് ആ വെബിനാർ എന്നുള്ളതും അതിന്റെ ഹൈലൈറ്റ്സ് എന്താണെന്നൊക്കെ ഉള്ളതും, എന്നാണ് ആ വെബിനാർ നടക്കുന്നത് എന്നുള്ളതും, അതിന്റെ ടൈം, കാര്യങ്ങൾ, അത് ആരാണ് എടുക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഒരു രജിസ്റ്റർ ചെയ്യുന്നവർ കാണുന്ന വ്യൂ ഇങ്ങനെയല്ല, അത് ഇങ്ങനെയായിരിക്കും. ഇവിടെ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓരോന്നെന്താ ഞാൻ പറഞ്ഞുതരാം. ആ പ്രിവ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മളൊരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അയാൾ ഫോം കാണുന്ന ഈ രീതിയിലായിരിക്കും. ഇവിടെ അയാളുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ചോദിക്കുന്നുണ്ട്, അയാളുടെ പേര് ചോദിക്കുന്നുണ്ട്. അയാളുടെ പേര് ഇവിടെ എന്തോ നെയിം ഓഫ് ദ പാർട്ടിസിപ്പന്റ് ഉണ്ട്. അയാളുടെ കോണ്ടാക്ട് നമ്പർ, അയാളുടെ ഡൗട്ട്സ് എന്തിനുണ്ട് അത് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇയർ ഓഫ് പാസ് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫില്ല് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ ചോദിക്കുന്നു. അപ്പൊ ഞാനതൊന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ട്. കോണ്ടാക്ട് നമ്പർ 95628137 കൊടുക്കുന്നു. ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇയർ ഓഫ് പാസ്, ഞാൻ പഠിച്ചിറങ്ങിയ വർഷം എന്താണെന്നുള്ളത് അത് പറയുന്നു. ജസ്റ്റ് ഇത് ഞാനിപ്പോ ആദ്യം ചെയ്ത് കാണിക്കുന്നത് എന്താണ് ഗൂഗിൾ ഫോംസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം എന്താണ് ഗൂഗിൾ ഫോംസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം അതെങ്ങനെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇങ്ങനെയാണ് ഗൂഗിൾ ഫോം നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഒരുപക്ഷെ നിങ്ങൾ പലരും നിങ്ങൾ എന്താ പറയാ, ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇൻഫർമേഷൻ കൊടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ആ ഫോം സബ്മിറ്റ് ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരുത്തി നമ്മൾ ആ ഫോം സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇത്തരം ഒരു ഗൂഗിൾ ഫോം ഏതെങ്കിലും പോയിന്റിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവാം. ഇനി അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ഇതാണ് എന്റെ ജിമെയിൽ അക്കൗണ്ട് ആണ്, ഒഫീഷ്യൽ അക്കൗണ്ട് ആണ്. ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ ഈ ഒരു കുറെ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആണ് ഗൂഗിൾ നമുക്ക് ജിമെയിലുമായിട്ട് ബന്ധപ്പെടുത്തി തരുന്ന ഗൂഗിൾ ആപ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ്. ഗൂഗിൾ തരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഗൂഗിൾ മാപ്സ്, യൂട്യൂബ്, പ്ലേ, ഡ്രൈവ്, കോണ്ടാക്ട്സ്, കലണ്ടർ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ നമുക്ക് ഫ്രീ ആയിട്ട് ധാരാളം ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അന്നേരം ഗൂഗിൾ ഫോം എന്താണെന്ന് തന്നെ നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവാം. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആയി വരുന്നു. ഇതാണ് എന്റെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഡ്രൈവ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രതീക്ഷിക്കുന്നു. അതായത് ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക.
ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ വരും, അവിടെ ഗൂഗിൾ ഫോംസ് എന്നൊരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ സൈഡ് മെനുവിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെംപ്ലേറ്റ്, ഗൂഗിൾ തന്നെ നമുക്ക് പല പല ടെംപ്ലേറ്റ്സ് തരുന്നു, നമുക്ക് ആ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടും ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ടെംപ്ലേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രം എ ടെംപ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇതുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോം ഉപയോഗിച്ചാൽ മതി. എന്താണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ, ഒരു കസ്റ്റമറുടെ കോൺടാക്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോം നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ഇപ്പം വലിയ എഡിറ്റിംഗ്സ് ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ഇൻഫർമേഷൻ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ഓൾറെഡി നമുക്ക് കുറെ ഫീഡ്ബാക്സ്, കുറെ ടെംപ്ലേറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് എന്താ നോക്കാം. കസ്റ്റമർ ഫീഡ്ബാക്ക് ഓപ്പൺ ആവുന്നു. ഇതാണ് കസ്റ്റമർ ഫീഡ്ബാക്കിന് നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഗൂഗിൾ തരുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്. നമുക്ക് കസ്റ്റമറിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോം അതേപടി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്നും നമുക്ക് വേണ്ട, ബേസിക് എഡിറ്റിംഗ്സ് മാത്രം വരുത്തിയിട്ട് തന്നെ ഇത്തരം ഫീഡ്ബാക്ക് ടൈപ്പ് അത് ഇത്തരം മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതല്ലാതെ മറ്റെന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് നോക്കാം. ഇതുപോലെ ഇത് ഗൂഗിൾ ടെംപ്ലേറ്റ്സ് ആണ്. ഇത്ര കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാനുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഓർഡർ ഫോം എടുക്കാനുള്ളത്, നമുക്ക് ഒരു ഓർഡർ ഫോം കൊടുക്കാനുള്ള ടെംപ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ RSVP, ഒരു പാർട്ടി ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള ഇവന്റ് രജിസ്ട്രേഷൻ, നമ്മൾ നേരത്തെ ഇവന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ടെംപ്ലേറ്റ്. ഇതൊക്കെ ഗൂഗിൾ ബേസിക് ആയിട്ട് നമുക്ക് തരുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്. ഇപ്പോൾ ഇവന്റ് ഫീഡ്ബാക്ക്, നമ്മളൊരു ഇവന്റ് കണ്ടക്ട് ചെയ്തു, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു, ആ മീറ്റിംഗിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം നമുക്ക് ഉപയോഗിക്കാം. ജോബ് ആപ്ലിക്കേഷൻ, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആൾക്കൊരു ജോബ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ഈ ഫോം ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഗൂഗിൾ തരുന്ന ഒരു ബേസിക് ഫോം ആണ്. ഇനി നമുക്ക് ഇത് ഇതല്ലാതെ നമുക്ക് സ്വന്തമായി ഒരു ബ്ലാങ്ക് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ എടുക്കുക, ന്യൂവിന് താഴെ മോറിൽ പോവുക, ഗൂഗിൾ ഫോംസ് എടുക്കുക. 2 ഓപ്ഷൻസ് ഉണ്ട്, ബ്ലാങ്ക് ഫോം, ടെംപ്ലേറ്റ്. നമ്മളിപ്പോൾ ടെംപ്ലേറ്റ് ആണ് കണ്ടത്. ബ്ലാങ്ക് ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്ലാങ്ക് ഫോം ഓപ്പൺ ആവുന്നു. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോം. ഇതിന്റെ ഓരോ ഫീച്ചേഴ്സും ഞാൻ പറയാം. ആദ്യം അൺടൈറ്റിൽ ഫോം എന്നുള്ളതാണ് നമ്മുടെ എന്താണോ ആ ഫോമിന്റെ പേര്, ആ ഫോമിന്റെ പേര് നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു കോൺഫറൻസ്, ഒരു സെമിനാർ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി അതിന് താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്തെന്ന് കരുതുക. അപ്പൊ ഞാൻ സെമിനാർ ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ഫോം നെയിം കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ എന്താന്ന് വെച്ചാൽ ആ സെമിനാർ അല്ലെങ്കിൽ ആ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോം എന്തിനാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആ ഇവന്റിന്റെ അല്ലെങ്കിൽ ആ കാര്യത്തിന്റെ, ഇപ്പോൾ ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കുക. ഞാൻ തൽക്കാലം ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു, ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അത്തരം ഡേറ്റ എല്ലാം ഇവിടെ നിന്ന് കൊടുക്കാം. ഇനി നമ്മൾ താഴെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പോകണം. ഇനി അതായത് നമ്മൾ എന്തൊക്കെയാണ് ഒരു നമ്മുടെ കസ്റ്റമറിനോ ഈ ഫോം ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെയാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ആദ്യം അത് വേണ്ടത്, ഒരുപക്ഷെ ഞാൻ നെയിം കൊടുക്കും, നെയിം ടൈപ്പ് ചെയ്യുന്നു. നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ആൻസർ പല രീതിയിൽ നമുക്ക് മേടിക്കാൻ, നമുക്ക് ഇൻപുട്ട് ഒരു യൂസറിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഷോർട്ട് ആൻസർ. അപ്പോൾ നെയിം ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ആൻസർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി അല്ലേ. അല്ലെങ്കിൽ പാരഗ്രാഫ് ഉണ്ട്, പാരഗ്രാഫായിട്ട് ഉത്തരം കൊടുക്കണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ബോക്സ് ഇവിടെ വരും, ലോങ് ആയിട്ടുള്ള ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ ഗൂഗിൾ ഫോം വെച്ചിട്ട് പല ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരുപാട് എന്താ പറയുക, സ്കൂളുകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഓൺലൈനായിട്ട് ടെസ്റ്റ് പേപ്പേഴ്സ് കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസ് വേണ്ടി. അപ്പൊ അവരൊക്കെ ഈ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ഇപ്പോൾ ഒരു എസ്സേ എഴുതാൻ ഒരു ഉത്തരമാണെന്നുണ്ടെങ്കിൽ അവരിവിടെ ആ എസ്സേയുടെ ഇപ്പോൾ റൈറ്റ് അബൌട്ട് ഫോട്ടോ സിന്തസിസ് എന്നൊരു ടോപ്പിക്കാണ് എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഒരു എസ്സേ ആണ് നോക്കുക, എസ്സേ ഇൻ 400 വേർഡ്സ് ഒരു എസ്സേ ടൈപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് ഉത്തരം കൊടുക്കുന്നത് പാരഗ്രാഫ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ടെക്സ്റ്റ് അല്ല അവിടെ വേണ്ടത്. സോ അവിടെ നമുക്ക് പാരഗ്രാഫ് ചൂസ് ചെയ്യാം. ഇപ്പൊ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, ഇപ്പൊ ഒരു ഫുൾ നെയിം മാത്രമാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ പാരഗ്രാഫ് മാറ്റി അവിടെ നമ്മുടെ ഷോർട്ട് ആൻസറിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. ചെറിയൊരു ആൻസർ, ചെറിയൊരു പേരിലേ വരുന്നുള്ളൂ. ഷോർട്ട് ആൻസർ കൊടുക്കാം. ഇല്ലെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ്, ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ബോക്സ്, ഫയൽ അപ്ലോഡ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കൊടുക്കാം. ഓരോന്നും ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഫുൾ നെയിം കൊടുക്കുന്നു. ഇനി ഈ ക്വസ്റ്റിനകത്ത് തന്നെ പല സജഷൻ മോഡിഫിക്കേഷൻ നമുക്ക് വരുത്താൻ പറ്റും.
ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈ ടെസ്റ്റ് ഈ ഫോം ഫില്ല് ചെയ്യുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അതായത് ഈ ടെസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാതെ നമുക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഓപ്ഷൻ റിക്വയർഡ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മറ്റു പല ഓപ്ഷൻസും ഈ ക്വസ്റ്റിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ, ഈ ക്വസ്റ്റിന് ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഹെൽപ്പ് ടെസ്റ്റ്, ഇപ്പോൾ ഫുൾ നെയിം ആണെങ്കിൽ റൈറ്റ് യുവർ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. നമുക്കൊരു ഇപ്പോൾ ഒരു ഓരോ എന്താ പറയുക, ഓരോ ക്വസ്റ്റിനും ഒരു ഹെൽപ്പ് സപ്പോർട്ടിങ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ വരും. താഴെ ഒരു ആഡ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നു. അവിടെ നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്കൊരു ഇമെയിൽ ഐ ഡി കൊടുക്കാം. അടുത്തത് ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു. ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഷോർട്ട് ആൻസർ ആണ്. നമുക്ക് കാര്യം ഇമെയിൽ ഐ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് റിക്വയർഡ് ആക്കാം. ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റർ എ വാലിഡ് ഇമെയിൽ ഐ ഡി എന്ന് കൊടുക്കുന്നു. ഇനി വീണ്ടും നമ്മൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോൺ നമ്പർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യുന്നു. അതും നമുക്കിവിടെ ഷോർട്ട് ആൻസർ വരും. ഈ ഫോൺ നമ്പർ കൊടുക്കുമ്പോഴൊക്കെ ഗൂഗിള് ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ കൊടുക്കുന്ന എൻ്റർ ചെയ്യുന്നത് നമ്പർ മാത്രമാണെങ്കിലേ ഈ ഇൻപുട്ട് ഗൂഗിൾ എടുക്കുള്ളൂ. ഇതിന് പകരം നമ്മളൊരു ABCD എന്ന് കൊടുത്താൽ ഗൂഗിൾ എടുക്കത്തില്ല. അപ്പൊ അതാണ് ഈ വാലിഡേഷൻ എന്ന് പറഞ്ഞ ഏരിയ. നമ്മൾ തൽക്കാലം അതിനകത്തൊന്നും മൈൻഡ് ചെയ്യേണ്ട. അത് ഫോൺ നമ്പർ നമ്മൾ ഒരു ക്വസ്റ്റൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആ ഒരു ഫീൽഡ് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്നോളും. അത് അപ്പോൾ ആ കൊടുക്കുന്ന ഇൻപുട്ട് ഫോൺ നമ്പർ ആണെന്നുള്ളതും 10 അക്ക നമ്പർ ആണെന്നുള്ളതും അവരെ ഉറപ്പ് വരുത്തിക്കും. അല്ലെങ്കിൽ നമ്പർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിക്കോളും. വേറെ ആൽഫബറ്റ്സ് ഒന്നും അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു. പേര്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഇത്ര ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ പറയുക, ഈ ഫോമിന്റെ പേരിടണം എന്നുണ്ടെങ്കിൽ ഈ അൺടൈറ്റിൽ ഫോം എന്ന് പറയുന്ന ഈ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കൊടുത്ത ഫോമിന്റെ പേരെന്താണോ അത് അവിടെയും വന്നോളൂ. ഇനി ഇതുവരെ നമ്മൾ ചെയ്ത ഫോം എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന യൂസർ നമുക്ക് അയാളെ വിളിക്കാം. യൂസർ എങ്ങനെയാണ് ഇത് കാണാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഇവിടെ മുകളിൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഒരു പ്രിവ്യൂ ഓപ്പൺ ആയി വരും. സോ ഇങ്ങനെയായിരിക്കും ഈ ഫോം നമ്മൾ ഒരാൾക്ക് ഫില്ല് ചെയ്യാൻ കൊടുക്കും. അയാൾ കാണുന്നുണ്ടാവുക. ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആണ്. മൊബൈലിൽ കാണുമ്പോൾ ഇതിന്റെ സൈസ് കുറഞ്ഞ് മൊബൈൽ സ്ക്രീനിന് പെട്ടെന്ന് ഫിറ്റ് ആയി വരികയും ചെയ്തോളും. അപ്പോൾ നമ്മൾ കൊടുത്ത ഹെഡിങ് ഇതാണ്, ഡിസ്ക്രിപ്ഷൻ ഇതാണ്, ഫുൾ നെയിം, നമുക്ക് അയാളുടെ പേര് ഇവിടെ എൻട്രി കൊടുക്കാം, ഇമെയിൽ എൻട്രി കൊടുക്കാം. കണ്ടോ, ദിസ് ഇസ് എ റിക്വയർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ ഇത് ചെയ്യാതെ വിടാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അവിടെ മാൻഡേറ്ററി ആയിട്ട് ഇവിടെ ആ ഫീൽഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റിക്വയർഡ് ഫീൽഡ് ഇവിടെ ഓൺ ആക്കിയത് കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ റിക്വയർഡ് ആണെന്നുള്ള സജഷൻ നമുക്ക് ഗൂഗിൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. ഇമെയിൽ ഐ ഡി നമുക്ക് കൊടുക്കാം, ഫോൺ നമ്പർ നമുക്ക് കൊടുക്കാം. നമുക്ക് ABCD കൊടുത്തു നോക്കാം. കേട്ടോ, ABCD കൊടുക്കാൻ പറ്റില്ല. കാര്യം അത് ഫോൺ നമ്പർ ആണെന്ന് ഗൂഗിൾ ഫെച്ച് ചെയ്യുകയും അവിടെ നമുക്ക് നമ്പർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. 9562 എന്ന് പറയുന്ന നമ്പർ മാത്രമേ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്പർ മാത്രമായിട്ട് നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് നമ്മൾ ഈ ഏരിയയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പർ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു വാലിഡ് നമ്പർ ആണെന്നുള്ളത്. ഫോൺ നമ്പർ ഈസ് ഫോൺ നമ്പർ, ആ വാലിഡ് നമ്പർ ആണെന്നുള്ളത് ഗൂഗിൾ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഗൂഗിൾ ഇങ്ങോട്ട് നമുക്ക് തരുന്ന ഒരു ഓട്ടോമാറ്റിക് ഫീച്ചറാണ്. നമ്പർ കൊടുക്കുന്നത് സബ്മിറ്റ് ആവത്തില്ല, കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു. സോ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേറൊരു സെറ്റ് ഓഫ് ആൻസർ എങ്ങനെ കൊടുക്കണം എന്ന് നോക്കാം. നമുക്കിപ്പോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സെമിനാർ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ എൻ്റർ ചെയ്യാം എന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു താഴെ കൊടുക്കുന്നതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അതിനിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഈ ആൻസർ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് വരേണ്ടത്. ഇപ്പൊ ഞാൻ BTech അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ BCA, ഇങ്ങനെ നമുക്ക് എത്ര വേണേൽ കൊടുക്കാം കേട്ടോ. BCA, MCA, MBA, ഇല്ലെങ്കിൽ ഒരു അതർ ഓപ്ഷൻ കൊടുക്കാം. അവിടെ അതർ ഓപ്ഷൻ കൊടുക്കുന്നു, ഇതും റിക്വയർഡ് ആക്കുന്നു എന്ന് വെക്കുക. ഇനി നമുക്ക് ആ ഫോം എങ്ങനെ വരും നോക്കാം. പ്രിവ്യൂ എടുക്കുക. നമ്മളിപ്പോ ഇങ്ങനെ വരും. ഇപ്പൊ ഇതാണ് നമ്മൾ കൊടുത്ത ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് ഇതിൽ നിന്ന്
നമുക്ക് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം താഴെ കൊടുക്കുന്നവയിൽ ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും അല്ല അതർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ എഴുതാനുള്ള ഓപ്ഷൻ കിട്ടും. ഡിപ്ലോമ ആണെങ്കിൽ അത് എഴുതാനുള്ള ഓപ്ഷൻ അവിടെ കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ആൻസർ ഇൻപുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ സോ നമുക്കിനി ഗൂഗിൾ ഫോംസ് വരുന്ന മറ്റ് ചില ആൻസർ ഇൻപുട്സും കൂടെ നമ്മളിപ്പോ പറഞ്ഞു. മൾട്ടിപ്പിൾ ചോയ്സ് പറഞ്ഞു, ഇതിനകത്ത് ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, ഈ മൂന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് ചില ഓപ്ഷൻസ് കൂടെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതിപ്പോ ഒരു ജോബ് ആപ്ലിക്കേഷന്റെ ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആ കാൻഡിഡേറ്റിന്റെ CV അല്ലെങ്കിൽ ബയോഡാറ്റ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടാം നമുക്ക്. അപ്പൊ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അപ്ലോഡ് യുവർ അപ്ഡേറ്റഡ് CV എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്കിത് ഈ ഓപ്ഷന് പകരമായിട്ട് നമുക്കിവിടെ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഇത് ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് അയാളുടെ CV അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എന്താണോ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക ചെയ്യുന്നത്. ഫയൽ അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അലോ സ്പെസിഫിക് ഫയൽ ടൈപ്സ്, ഏതെങ്കിലും പർട്ടിക്കുലർ ഫയൽ ടൈപ്സ് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ PDF മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡോക്യുമെന്റ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രസന്റേഷൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇമേജ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഫയൽ ടൈപ്സ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അത് ഇല്ലെങ്കിൽ നമുക്കത് ഇവിടെ ആ സിഗ്നൽ ഓഫ് ചെയ്തിടാം. അല്ലെങ്കിൽ എത്ര ഫയൽസ് അപ്ലോഡ് ചെയ്യണം, മാക്സിമം ഒരു ഫയൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടുതലാണ് ഇത് കൂടുതൽ എത്ര വെച്ചാൽ അത് പിക്ക് ചെയ്ത് കൊടുക്കുക. ഫയൽ സൈസ്, ഒരു സൈസിന്റെ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസിന്റെ മാക്സിമം ഫയൽ സൈസ് എത്രയാണെന്നുള്ളതും നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ എങ്ങനെ ഇൻപുട്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും 1 GB മാക്സിമം സൈസ് ഉള്ള ഫയൽസ് മാത്രമേ ഈ ഫോമിന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതും ഓർക്കുക. നമ്മളിത് പറഞ്ഞു കൊടുത്തു. ഇതും റിക്വയർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാം. ഇനി മറ്റു 1-2 ഓപ്ഷൻസും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ what is your current what all are your current marketing strategies എന്ന് പറഞ്ഞപ്പോൾ ഒരു സർവേ ഒക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ചോദ്യമാണെന്ന് കരുതുക. അതിന് നമുക്ക് ഇവിടെ ചെക്ക് ബോക്സസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടെലിവിഷൻ ആഡ്സ് ജസ്റ്റ് ഞാൻ റാൻഡമായി ടൈപ്പ് ചെയ്യുന്നുള്ളതൊന്നും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്നിരുന്നാലും ടൈപ്പ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ അറിയാൻ വേണ്ടിയിട്ട്. ന്യൂസ് പേപ്പർ ആഡ്സ് എന്നിവയൊക്കെ കൊടുക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രിവ്യൂ എടുക്കാം. ഇതാണ് നമ്മുടെ ഫോം വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂസർ കാണും. അയാൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നോ അയാളുടെ CVയോ ഫോട്ടോയോ എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അയാൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ഈ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കാണാം. മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. what all are your current marketing strategies? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ ആഡ്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഒക്കെ ഇടുന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഗൂഗിൾ ഫോമിൽ ഉള്ള ആൻസർ ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റ് പല ഓപ്ഷൻ ആൻസർ ടൈപ്പുകളും ഉണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ നമുക്ക് ഒരു ഡേറ്റ് ചോദിക്കാം. ഡേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടാം. ടൈം ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതങ്ങനെ ചൂസ് ചെയ്യാം. ഈ ലീനിയർ സ്കെയില്, മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ്, ചെക്ക് ബോക്സ് ഗ്രിഡ് എന്ന് പറയുന്ന മറ്റ് ചില ഓപ്ഷൻസും ഉണ്ട്. ഇത് കൂടുതലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യാനോ അത്തരം ഈ പാരഗ്രാഫ് മാച്ചിങ് അല്ലെങ്കിൽ ഈ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗൂഗിൾ ഫോംസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു, അതിനൊരു പേര് കൊടുത്തു, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, അതിൽ വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്തു, അതിനൊരു ഹെഡിങ് കൊടുത്തു. നമുക്കത് ഇവിടെ പ്രിവ്യൂ ആണെങ്കിൽ ഇവിടെ പ്രിവ്യൂ കാണാം. ഇനി ഓരോ ക്വസ്റ്റ്യനും വിട്ടുപോയ കാര്യമുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഒരു ഇമേജ് ആയിട്ട്
അപ്ലോഡ് ചെയ്ത് സജഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ബിടെക് എന്ന് കൊടുക്കുന്നതിന് പകരം അവിടെ അതിന് പകരം ഒരു ഇമേജ് കാണിക്കുക. ഇപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് പല പല ഇമേജസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനും നമുക്ക് ഇവിടെ ആൻസർ ടൈപ്പിന്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. സോ ഒരു തവണ പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും നിങ്ങൾ തന്നെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ തീം ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിവിടെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പറേ കസ്റ്റമൈസ് തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു ഇമേജ്, നമുക്കൊരു ഹെഡർ ആയിട്ട് ഒരു ഇമേജ് ചൂസ് ചെയ്യണം. ഇവിടെ ഒരു ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ കളർ തീം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു ബ്ലൂയിഷ് ടോളാണ്. അത് നമുക്ക് മാറ്റി ഇപ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ യെല്ലോ ആക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഗ്രീൻ ആക്കാം. അങ്ങനെ ഏതൊക്കെ ഓപ്ഷൻസ് വേണോ അതൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഫോൺ സ്റ്റൈലും ഇവിടെ നമുക്കൊരു ഫോൺ സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബേസിക് ആണ് കിടക്കുന്നത്. ഇത് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റീവ് എന്നുള്ള ഓപ്ഷനൊക്കെ ഇത് കണ്ടോ, ഇവിടെ ഓപ്ഷൻസ് മാറി. ഫോൺ സ്റ്റൈൽ മാറ്റി നമുക്ക് പ്ലേഫുൾ എന്നാക്കിയാൽ ഇവിടെ നമുക്ക് ആ രീതിയിലുള്ള ഫോൺ സ്റ്റൈൽ വരും. അപ്പൊ അങ്ങനെ ഫോൺ സ്റ്റൈലും ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള തീം കസ്റ്റമൈസേഷനും ഒക്കെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. ഈ മുകളിൽ ഈ തീം എന്ന് പറയുന്ന ഈ ഒരു കസ്റ്റമൈസ് തീം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി സെറ്റിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. സെറ്റിംഗ്സിൽ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിമെയിലിൽ സൈൻ ഇൻ ചെയ്യണമോ വേണ്ടയോ എന്ന് ചോദിക്കും. അങ്ങനെ സൈൻ ഇൻ ചെയ്താണ് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ, ഒരു ഫോം സബ്മിഷൻ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിക്വസ്റ്റ് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. വിച്ച് മീൻസ് അയാളുടെ ആ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഒറ്റ തവണ അയാൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെയല്ല, അയാൾക്ക് പലതവണ ആ ഫോം ഫില്ല് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ് മാൻഡേറ്ററി ആയിട്ട് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ റെസ്പോൺസ് ക്യാൻ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് ചെയ്തതിന് ശേഷവും ഫോം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അത് നോർമലി കൊടുക്കണ്ട, കാര്യം പലപ്പോഴും അതിന്റെ ആവശ്യം വരുന്നില്ല. സി സമ്മറി ചാർട്ട്സ് ആൻഡ് ടെക്സ്റ്റ് റെസ്പോൺസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എഡിറ്റ് ചെയ്ത എന്താ പറയാ സമ്മറി കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂസറിന് കേട്ടോ, നമുക്കല്ല, ഇത് ഫോം ഫില്ല് ചെയ്യുന്ന ഒരാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന്റെയും ആവശ്യം വരുന്നില്ല, അത് നമുക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. പ്രസന്റേഷൻ എന്നുള്ള അടുത്ത ഓപ്ഷൻ നോക്കാം. അതായത് ഷോ പ്രോഗ്രസ് ബാർ എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഘട്ടമൊക്കെ ആയിട്ടാണ് ടെസ്റ്റ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രസ് ബാർ എത്ര ക്വസ്റ്റ്യൻസ് ആയി എന്നുള്ളത്, എത്ര ഷീറ്റ്സ് ആയി എന്നുള്ളത് താഴെ നോട്ടിഫൈ ചെയ്ത് കാണിക്കും. ഇനി ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ, നമ്മളിപ്പോൾ കൊടുത്ത ഓർഡറിലല്ലാതെ ഓരോ ആൾക്കാർക്കും ക്വസ്റ്റ്യൻ ഓർഡർ ഷഫിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ്, അതായത് ഈ ടെസ്റ്റ് പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു താങ്ക് യു പേജ് വരും. ആ താങ്ക് യു പേജിൽ വീണ്ടും ഒരു റെസ്പോൺസും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കണോ എന്നുള്ളത് അവിടെ ചോദിക്കുന്നത്. അത് നമുക്ക് അൺടിക്ക് ചെയ്യുക, അതിന്റെ ആവശ്യമില്ല. ഒരാൾ ഒരു ഫോം ഫില്ല് ചെയ്താൽ മതിയെങ്കിൽ അത് കൊടുക്കുക. ഇനി കൺഫർമേഷൻ മെസ്സേജ്, എന്താണ് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ ഒരാളെ ഒരു താങ്ക് യു പേജിൽ എന്താണ് കാണിക്കണം ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് ദ ഫോം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സേവ് കൊടുക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ ജനറൽ പറഞ്ഞു, പ്രസന്റേഷൻ പറഞ്ഞു. ക്വിസ് എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പല ട്രെയിനിങ് സ്ഥാപനങ്ങൾ, സ്കൂളുകളായിക്കോട്ടെ, കോളേജുകളായിക്കോട്ടെ, പല കമ്പനീസ് അവരുടെ ഫസ്റ്റ് റൗണ്ട് ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്വിസ് എന്ന് പറയുന്നത്. അതായത് മേക്ക് ദിസ് ക്വിസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്ത ഓരോ ക്വസ്റ്റിനും ഒരു ആൻസർ കീ കൊടുക്കാൻ പറ്റും. ആ ആൻസർ കീ കൊടുത്തിരിക്കുന്ന ഉത്തരം ശരിയാണോ എന്നുള്ളത് ഫോം സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഗൂഗിൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം എത്ര മാർക്ക് ആ ആൻസർ കീക്ക് ആ ക്വസ്റ്റിന് കൊടുക്കണം എന്നുള്ളത് നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം ഒരുപക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ള ഏരിയ ആണ്. പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ ക്വിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓഫീസിലൊക്കെ പല ടെസ്റ്റുകളും ഈ ഒരു ഓപ്ഷൻ വെച്ചാണ് ചെയ്യാറുള്ളത്. ഇതിനെപ്പറ്റി തന്നെ സമഗ്രമായിട്ടുള്ള വീഡിയോ മറ്റൊരു അവസരത്തിൽ ചെയ്യാം എന്നാണ് കരുതുന്നത്. സോ ഇത് ഞാനിപ്പോൾ തൽക്കാലം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ ഓപ്ഷൻ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സേവ് കൊടുക്കുന്നു. ഇനി ഈ ഫോം നമുക്ക് ഒരാൾക്ക് അയക്കണം. നമുക്ക് ഏതാണ്ട് നമ്മുടെ ഫോമിന്റെ പണിയൊക്കെ നമ്മൾ ചെയ്ത് ഫോം ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം കേട്ടോ, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, എത്ര ആൻസർ ടൈപ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം.
ഇനി നമുക്കിത് ഒരാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് നമുക്കിത് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെൻഡ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ക്ലിക്ക് ചെയ്ത് ഒരാൾക്ക് ഇത് ഇമെയിൽ ആയിട്ടാണ് അയക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ പറഞ്ഞു കൊടുക്കുക. ദിലീപ് ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി പറഞ്ഞു കൊടുക്കുക. സബ്ജക്ട് ആ മെയിൽ പോകുന്നതിന്റെ സബ്ജക്ട് എന്താണെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ കമ്പോസ് ചെയ്യാൻ അറിയാം എന്ന് ഞാൻ കരുതുന്നു. എന്താ പറയാ, ആ മെസ്സേജ്, ആ ഇമെയിലിന്റെ മെസ്സേജ്, ഹലോ പ്ലീസ് fill up this form and submit എന്ന് പറയാം. ഇനി ഇതേ ഫോം നമുക്ക് ആ മെയിലിനകത്ത് തന്നെ എംബഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ഫോം ഇൻ ഇമെയിൽ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം ഇതിനകത്ത് ആ മെയിലിനകത്ത് തന്നെ എംബഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതിപ്പോ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ ഒരു റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്കിത് ഈ അവസരത്തിൽ ടിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഫയൽ അപ്ലോഡ് എന്ന ഓപ്ഷൻ ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ഫോം ഇൻ ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതൊരു ഓപ്ഷൻ, ഒന്നെങ്കിൽ നമുക്ക് ഇമെയിൽ വഴി അയക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ലിങ്ക്. നമുക്ക് ഈ ഫോമിന്റെ ഒരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഒന്നെങ്കിൽ അത് ഒരുപാട് വലിയ ലിങ്കാണ്, അത് നമുക്ക് ഷോർട്ടൺ ചെയ്യാം. ഷോർട്ടൺ ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് അവർ തന്നെ ഷോർട്ട് ആക്കി തരും. ഈ ലിങ്ക് ഇവിടെ നമുക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആർക്കെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം. നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അങ്ങനെ ഫേസ്ബുക്കിലോ ഒക്കെ നമുക്കിത് ഷെയർ ചെയ്യാം. ഇനി ഈ ലിങ്ക് നമുക്ക് എന്താ പറയുക, എംബഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. വെബ്സൈറ്റിനകത്ത് എംബഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ എംബഡ് HTML എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ ഇത് നമുക്ക് അവൈലബിൾ അല്ല, ബിക്കോസ് നമുക്ക് ഫയൽ അപ്ലോഡ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് ഇത്തരം എംബഡ് ഓപ്ഷനും ഇമെയിലിനകത്ത് എംബഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗൂഗിൾ ഇപ്പോൾ ഫോമിന് തലവ് ചെയ്തില്ല. പക്ഷെ അത് ആ ക്വസ്റ്റ്യൻ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് എംബഡ് ചെയ്യാൻ പറ്റും. ഗൂഗിളിനകത്ത് തന്നെ, ജിമെയിൽ മെയിലിനകത്ത് തന്നെ ഈ ഫോം എംബഡ് ചെയ്യാനുള്ള ഓപ്ഷനും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ വെബ്സൈറ്റിനകത്ത് എംബഡ് ചെയ്യാനുള്ള ഒരു കോഡ്, ഒരു HTML കോഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഒക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മുടെ ഫേസ്ബുക്ക് ID ഓപ്പൺ ആവും. ഫേസ്ബുക്ക് ID ഓപ്പൺ ആയി ഇതുണ്ട്, ഇങ്ങനെ ഒരു പോസ്റ്റ് പേജിൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ, നമ്മുടെ കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇവിടെ ഷെയർ ചെയ്യാനും പറ്റും. ഇതാണ് നമുക്ക് ആ ഫോം അയക്കാനുള്ള ഓപ്ഷൻ. ഇനി ഇത് കൂടാതെ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ കൂടെ എന്താ നോക്കാം. മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ കോപ്പി എന്ന് പറയുന്നത്, മേക്ക് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു കോപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മൂവ് ടു ത്രാഷ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് പ്രിന്റ് ചെയ്യാം. ആഡ് കൊളാബറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫോം, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമുക്ക് ഒരാളെ കൂടെ അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആഡ് കൊളാബറേറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഇതേ ഫോം നമ്മളോടൊപ്പം തന്നെ മറ്റൊരാൾക്കും എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓർക്കുക, ഇത് ഫോം സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ അല്ല, നമുക്ക് ഈ ഫോമിന്റെ എഡിറ്റിംഗ് പെർമിഷൻ കൊടുക്കുന്ന ഓപ്ഷനാണ്. അതിന് നമുക്ക് ഈ ഫോം ഒരു ജിമെയിൽ അക്കൗണ്ട് വേണം. ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് നമുക്ക് ഈ ഫോം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അത് ആർക്കാണോ കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇമെയിൽ ID ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അയാൾക്ക് നോട്ടിഫൈഡ്, അയാൾക്ക് മെയിൽ കിട്ടിക്കോളും. അയാൾക്കൊരു മെയിൽ കിട്ടും, ഇത് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ താങ്കൾക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഫോം അദ്ദേഹത്തിനെ, ഈ പറയുന്ന ആളെ എഡിറ്റർ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് ബേസിക്കലി ഉണ്ട്. എഡിറ്റർ, മാനേജർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പൊ ഈ ഫോമിന് നമുക്ക് അവൈലബിൾ അല്ല. എനിവേസ് നമുക്ക് എഡിറ്റർ ആക്കി അയാളെ അസൈൻ ചെയ്യാൻ വേണ്ടി ഞാനപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. ക്ലോസ് ചെയ്യുന്നു. മോർ ഓപ്ഷനിൽ തന്നെ പോകുന്നു. ഇങ്ങനെ സ്ക്രിപ്റ്റ് എഡിറ്റർ, ആഡ് ഓൺസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഗൂഗിൾ ഫോംസ് തരുന്നുണ്ട്. നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കൊരു ഓട്ടോമാറ്റിക് മെയിൽ അയക്കണം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അയക്കണം, മുതലായ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആഡ് ഓൺസ് നമുക്ക് ഈ പറയുന്ന ഗൂഗിൾ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഫോംസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം ആരൊക്കെ ഫില്ല് ചെയ്യുന്നു അത് ആ ഫില്ല് ചെയ്യുന്നവർക്ക് അവരുടെ ഇമെയിൽ IDയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. താങ്ക് യു ഫോർ ഫില്ലിംഗ് ദ ഫോം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ഈ ഫോമിന് നോട്ടിഫിക്കേഷൻ കൊടുക്കാനും ഒക്കെ ഉള്ള ധാരാളം പ്ലഗിൻസ് അല്ലെങ്കിൽ ആഡ് ഓൺസ് ഗൂഗിൾ വരുന്നുണ്ട്. ഇത് ചിലതൊക്കെ ഗൂഗിളിന്റെ ഓൺ ആപ്ലിക്കേഷൻ ആണ്, എന്നാൽ മറ്റു ചിലത് ഗൂഗിളിന്റെ ഓൺ ആപ്ലിക്കേഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യാം. ഗൂഗിൾ ഫോംസിനകത്ത് ആഡ് ഓൺസ് ആക്ച്വലി ഒരുപാട് പറയാനുള്ള ഏരിയ ആണ്. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി നമുക്ക് ഗൂഗിൾ ഫോംസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ നിങ്ങളും ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി റെസ്പോൺസിനെ പറ്റി പറഞ്ഞിട്ടില്ല. റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ഫോം ഫില്ല് ചെയ്ത് ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല.
സോ അതിന് ഈ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഇവിടെ മുകളിൽ തന്നെ റെസ്പോൺസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഫോം ആരൊക്കെ ഫില്ല് ചെയ്താലും അതിവിടെ ഇങ്ങനെ റെസ്പോൺസ് ആയിട്ട് വരും. നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം, നമുക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഫോം ഒന്ന് എടുക്കുകയാണ്. ഞാനിത് സെൻഡ് ചെയ്ത് നമുക്കിപ്പോൾ ഇതിന്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് ഞാനൊരു എങ്ങനെ ഇത് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. കോപ്പി ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഞാൻ അതിന് ഇൻകോഗ്നിറ്റോ വിൻഡോ എടുക്കുന്നു. ഓക്കെ, ഞാൻ ആ ഫോമിന്റെ ലിങ്ക് അവിടെ കൊടുക്കുന്നു. സോ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോം. ഓക്കെ, സൈൻ ഇൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ആ ഫോം സൈൻ ഇൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഫോം സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഞാനപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ വെച്ച് സൈൻ ചെയ്യുകയാണ്. സി അപ്പോൾ ഇപ്പൊ കാണാൻ പറ്റുന്ന തോന്നുന്നു, ഇതാണ് നമ്മുടെ ഗൂഗിൾ ഫോം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോം ഇതാണ്. സോ ഇതിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുന്നു. അർജുൻ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഫോൺ നമ്പറാണ്, അതിലേക്ക് പോവാം. നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ക്വാളിഫിക്കേഷൻ, ഫയൽ, എങ്ങനെയാണ് ഫയൽ അപ്ലോഡ്, ഇങ്ങനെയാണ് നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രൈവിൽ എന്തെങ്കിലും ഫയൽസ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. കറണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തെങ്കിലും ഞാൻ ടെക്ക് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഫോം ഫിൽ ആയിട്ടുണ്ട്. ഫോം സബ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത താങ്ക് യു പേജും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനും എല്ലാം ഇപ്പൊ ഈ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. സോ ഇത് നമ്മുടെ ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നു. ഇനി ആ ഫോമിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെസ്പോൺസസ് എന്ന് പറയുന്ന ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ഫുൾ നെയിം ഞാൻ കൊടുത്തു, ഇമെയിൽ ഐ ഡി ഞാൻ arjun.b എന്നാണ് കൊടുത്തത്, ഫോൺ നമ്പർ, ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്ത എന്താ പറയാ ഒരു ഡോക്യുമെന്റ് അത് കാണിക്കുന്നുണ്ട്, എന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഉത്തരവ് കാണിക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ കാണുക, ഒന്നെങ്കിൽ ഇങ്ങനെ കാണാം, ഇല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടും കാണാം. ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഫുൾ നെയിം എന്നുള്ളത് നമ്മളിപ്പോ ഒരു 100 പേര് ഈ ഫോം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ നെയിം എന്ന് പറയുന്ന നെയിം മാത്രം കാണണമെങ്കിൽ ഈ നെയിം മാത്രം കാണുന്ന ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇമെയിൽ ഐ ഡി. ഈ ഫോം ഫിൽ ചെയ്ത ആൾക്കാരുടെ എല്ലാവരുടെ ഇമെയിൽ മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഇവിടെ കൊടുക്കാം. ഫോൺ നമ്പർ മാത്രം കാണണം, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ബേസ് നമുക്ക് കാണാം. ടോട്ടൽ സമ്മറി ആയിട്ട് കാണാം. ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ പേരിലും കാണാം. ഇപ്പൊ ഞാൻ ഒരാൾ മാത്രമേ ഫിൽ ചെയ്തിട്ടുള്ള ഒന്ന് കാണിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ 1 of 1 അല്ലെങ്കിൽ 1 of 2, 1 of 5 എന്നൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാരുടെ ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണാൻ പറ്റും. ഇനി ഇതല്ലാതെ നമുക്ക് ഈ ഗൂഗിൾ ഫോമിന്റെ റെസ്പോൺസ് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലേക്കും കൊണ്ടുവരാൻ പറ്റും. അതിന് ഇവിടെ ഈ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഈ ഗൂഗിൾ ഫോമിന്റെ റെസ്പോൺസ് നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഗൂഗിൾ ചോദിക്കും. അപ്പോൾ അത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ആയി വന്നോളൂ. സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ അവിടെ ടെസ്റ്റ് ആയിട്ട് കൊടുത്ത ഫോം സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യൂസർ, ഇപ്പോൾ ഞാൻ നേരത്തെ ആ യൂസർ ആ ഫോം ഫില്ല് ചെയ്യുന്ന ഡേറ്റും ടൈമും ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഇവിടെ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അവിടെ കാണാൻ പറ്റും. നമ്മൾ കൊടുത്ത ഇൻപുട്ട് എല്ലാം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ക്വാളിഫിക്കേഷൻ, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ബാക്കി നമ്മുടെ ആ ക്വസ്റ്റിന്റെ ഉത്തരങ്ങളെല്ലാം ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഇപ്പോൾ 100 പേര് ഫില്ല് ചെയ്യും, 100 പേര് ഇങ്ങനെ താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ. ഇനി ഈ ഫോമിന്റെ സമയം കഴിഞ്ഞു, നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്കകം ഈ ഫോം ഫില്ല് ചെയ്ത് തരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ
അത് അല്ലെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ഫോമിൽ ഇനി ആരും സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ അക്സെപ്റ്റിംഗ് റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ അത് കൊടുക്കുന്നോ ആ സമയത്തിനപ്പുറം പിന്നെ ആർക്കും ആ ഫോം ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഈ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവർക്കൊന്നും ഈ അക്സെപ്റ്റിംഗ് റെസ്പോൺസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ ഓപ്ഷൻ എന്താ പറയുക, പിന്നെ ഈ ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ ഓപ്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കി. സോ ഇതാണ് ഗൂഗിൾ ഫോമുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള പറയാനുള്ള കാര്യങ്ങൾ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിനകത്തെ ഒരു 50-60% കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. 70% എന്ന് പറയാം. ഇനി ഒരു 30% കാര്യങ്ങൾ ഇനിയും ഗൂഗിൾ ഫോമിനകത്തുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് സ്വയം പഠിക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഒരു ക്വിസ് എങ്ങനെ കണ്ടക്ട് ചെയ്യാന്നുള്ളതും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഈ ഫോമിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആഡ് ഓൺ എന്നൊരു ഫീച്ചർ ഉണ്ട്. ഈ ആഡ് ഓണിനെ പറ്റിയും ക്വിസിനെ പറ്റിയും പരാമർശിക്കുന്ന ഒരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യാൻ പ്ലാനിലുണ്ട്. സോ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ. സോ നിങ്ങളും ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് ഫോം റിക്വയർ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ ഈ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.